സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: കേരളത്തിലെ ആദ്യ ഭവന പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഭവന പാർക്ക് നിലവിൽ വരുന്നത് വാഴമുട്ടമാണ്. പത്തനംതിട്ട ജില്ലയിലെ വാഴമുട്ടത്താണ് കേരളത്തിലെ ആദ്യത്തെ ഭവന പാർക്ക് നിലവിൽ വരുന്നത്. നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ് നാസ്കോമിൻ്റെ ചെയർപേഴ്സൺ സിന്ധു ഗംഗാധരൻ ആണ്. നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസ് കമ്പനീസ് നാസ്കോമിൻ്റെ ചെയർപേഴ്സൺ ആരാണ്? സിന്ധു ഗംഗാധരൻ. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2024 മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായത് പാർവതി തിരുവോത്താണ്. ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് മെൽബൺ 2024 മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായത് പാർവതി തിരുവോത്ത്. പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? KC വേണുഗോപാൽ ആണ്. KC വേണുഗോപാൽ പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായിട്ട് നിയമിതനായത് KC വേണുഗോപാൽ. വനിതാ പോലീസിന്റെ നേതൃത്വത്തിൽ അതിക്രമങ്ങൾക്കെതിരെ പോരാടാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കുന്ന പദ്ധതിയുടെ പേര് ജ്വാല എന്നാണ്. വനിതാ പോലീസിന്റെ നേതൃത്വത്തിൽ അതിക്രമങ്ങൾക്കെതിരെ പോരാടാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കുന്ന പദ്ധതിയാണ് ജ്വാല. 6ാമത് ഗ്ലോബൽ ആയുർവേദ ഉച്ചകോടിയുടെ വേദി അങ്കമാലിയാണ്. 6ാമത് ഗ്ലോബൽ ആയുർവേദ ഉച്ചകോടിയുടെ വേദി അങ്കമാലി. 2024 ജന്മാഷ്ടമി പുരസ്കാരം നേടിയത് ആരാണ്? TS രാധാകൃഷ്ണനാണ് 2024 ജന്മാഷ്ടമി പുരസ്കാരം നേടിയത്. TS രാധാകൃഷ്ണൻ. ലോകത്തിലെ ഏറ്റവും ഉയർന്ന സജീവമായ സ്ട്രാറ്റോ വോൾക്കാനോ ഏതാണ്? ഓജോസ് ഡെൽ സലാഡോയാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന സജീവമായ സ്ട്രാറ്റോ വോൾക്കാനോ. ഓജോസ് ഡെൽ സലാഡോ. കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് അവതരിപ്പിച്ച കമ്പനി ഏതാണ്? സ്പേസ് എക്സ് ആണ്. സ്പേസ് എക്സ്. കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഉപഗ്രഹ ഇന്റർനെറ്റ് സ്റ്റാർലിങ്ക് മിനി അവതരിപ്പിച്ച കമ്പനി ഏതാണ്? സ്പേസ് എക്സ് ആണ്. വെള്ളത്തിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജൽ വികസിപ്പിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. വെള്ളത്തിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജൽ വികസിപ്പിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്. രാജ്യത്ത് ആദ്യമായിട്ട് സംരംഭകത്വ സൂചിക പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജ്യത്ത് ആദ്യമായിട്ട് സംരംഭകത്വ സൂചിക പ്രഖ്യാപിക്കുന്ന സംസ്ഥാനം കേരളം. അടുത്തിടെ അന്തരിച്ച ഓപ്പറേഷൻ പരാക്രമിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ കരസേനയിലെ കേരളീയനായ മുൻ സൈനിക മേധാവി ആരാണ്? ജനറൽ എസ് പത്മനാഭൻ. അടുത്തിടെ അന്തരിച്ച ഓപ്പറേഷൻ പരാക്രമിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ കരസേനയിലെ കേരളീയനായ മുൻ സൈനിക മേധാവിയാണ് ജനറൽ എസ് പത്മനാഭൻ. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഗവേഷകർ കേരള തീരത്ത് കണ്ടെത്തിയ പുതിയ ഇനം ആഴക്കടൽ സ്രാവ് സ്ക്വാലസ് ഹിമ എന്നത് പുതിയ ഇനം ആഴക്കടൽ സ്രാവാണ്. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഗവേഷകർ കേരള തീരത്ത് കണ്ടെത്തിയ പുതിയ ഇനം ആഴക്കടൽ സ്രാവാണ് സ്ക്വാലസ് ഹിമ എന്നത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ഹരിദാസ് സാവിത്രിയാണ്. ഹരിദാസ് സാവിത്രിയുടെ നോവലായ സിൻ എന്ന കൃതിക്കാണ് പുരസ്കാരത്തിന് അർഹമായത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ 2022 കടമ്മനിട്ട സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ഹരിദാസ് സാവിത്രി.
ലോകത്തിലെ ആദ്യ രാഷ്ട്രീയ ആദർശ് വേദ വിദ്യാലയം നിലവിൽ വരുന്നത് ഉജ്ജയിനിലാണ്, മധ്യപ്രദേശില് ഉജ്ജയിനില്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ. ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത റോക്കറ്റാണ് SSLV, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കുന്നതിന് ISRO രൂപകൽപ്പന ചെയ്ത റോക്കറ്റാണ് SSLV, സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. 2024 ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയത്. 2024 ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീടം നേടിയത് വിശ്വനാഥൻ ആനന്ദാണ്. വിശ്വനാഥൻ ആനന്ദ്. ലിയോൺ മാസ്റ്റേഴ്സ് ചെസ് കിരീടം 2024. ആയുർവേദം, പരമ്പരാഗത വൈദ്യം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഏതാണ്? മലേഷ്യയാണ്. ആയുർവേദം, പരമ്പരാഗത വൈദ്യം തുടങ്ങിയ മേഖലകളിൽ പരസ്പര സഹകരണത്തിന് ഇന്ത്യയുമായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യമാണ് മലേഷ്യ. രജിസ്റ്റർ ചെയ്ത തപാൽ സേവനങ്ങൾക്കും കൊറിയർ സേവനങ്ങൾക്കും ചുമത്തുന്ന ചരക്ക് സേവന നികുതി 18%. രജിസ്റ്റർ ചെയ്ത തപാൽ സേവനങ്ങൾക്കും കൊറിയർ സേവനങ്ങൾക്കും ചുമത്തുന്ന ചരക്ക് സേവന നികുതി 18%. മധ്യപ്രദേശ് സർക്കാരിൻ്റെ ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് KS ചിത്രയ്ക്കും ഉത്തം സിംഗിനുമാണ്. KS ചിത്ര, ഉത്തം സിംഗ്. 2023 പുരസ്കാരമാണ് KS ചിത്രയ്ക്ക് ലഭിച്ചത്. 2022 പുരസ്കാരമാണ് ഉത്തം സിംഗിന് ലഭിച്ചത്. 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹരായത് ആരൊക്കെയാണ്? ഭൗതിക ശാസ്ത്രം ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൺ. ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൺ എന്നിവരാണ് ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹരായത്. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയായത് ഹാൻ കാങ് ആണ്. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയായത് ഹാൻ കാങ്. 2024 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനത്തിന് അർഹരായവർ വിക്ടർ ആംബ്രോസും ഗാരി റൂക്കുനുമാണ്. വിക്ടർ ആംബ്രോസ്, ഗാരി റൂക്കുൻ വൈദ്യശാസ്ത്ര നോബൽ സമ്മാനത്തിന് അർഹരായത്. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹരായത് ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ എന്നിവരാണ്. 3 പേരാണ് രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹരായത്. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ. 2024 സമാധാന നോബൽ സമ്മാനത്തിന് അർഹത നേടിയ സംഘടന ഏതാണ്? നിഹോൺ ഹിൻഡാൻക്യോ ആണ്. നിഹോൺ ഹിൻഡാൻക്യോ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹത നേടിയ സംഘടന നിഹോൺ ഹിൻഡാൻക്യോ. ചിഹ്നഗ്രഹത്തെ വ്യതിചലിപ്പിക്കുന്നതിനുള്ള കൈനറ്റിക് ഇമ്പാക്ടർ ടെക്നോളജി വിജയകരമായി പ്രദർശിപ്പിച്ച നാസയുടെ ദൗത്യമാണ് ഡാർട്ട്, ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ്. ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബാണ് ഇക്യൂബ്. ഇക്യൂബ് ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായിട്ട് കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബാണ് ഇക്യൂബ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ 50 മീറ്റർ റൈഫിൾ 5 പൊസിഷനിൽ വെങ്കല മെഡൽ നേടിയത് സ്വപ്നിൽ കുസാലയാണ്. സ്വപ്നിൽ കുസാലെ. 50 മീറ്റർ റൈഫിൾ 5 പൊസിഷനിൽ വെങ്കല മെഡൽ നേടിയത് സ്വപ്നിൽ കുസാലെ. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഗുസ്തി താരം വിഘ്നേഷ് ഫോഗട്ടാണ്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഗുസ്തി താരമാരാണ്? വിനേഷ് ഫോഗട്ട്. ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ. ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ. 2024 ലോക ജൂനിയർ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഇന്ത്യ.
2024 ലോക ജൂനിയർ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ആരാണ്? ഇന്ത്യയാണ്. 2024 ദേശീയ വ്യോമസേനാ ദിനത്തിന്റെ പ്രമേയം: ഭാരതീയ വായുസേന സാക്ഷം, സശക്ത്, ആത്മനിർഭർ എന്നാണ്. 2024 ദേശീയ വ്യോമസേനാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഭാരതീയ വായുസേന സാക്ഷം, സശക്ത്, ആത്മനിർഭർ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ 5000 റൺസ് തികയ്ക്കുന്ന ആദ്യ ബാറ്ററായിട്ട് മാറിയത് ജോ റൂട്ടാണ്, ഇംഗ്ലണ്ടിന്റെ ജോ റൂട്ട്. 2024 ഏഷ്യൻ വുമൻസ് ചാമ്പ്യൻസ് ട്രോഫി ഹോക്കിയുടെ ഭാഗ്യചിഹ്നം ഗുഡിയ എന്ന കുരുവിയാണ്. ഗുഡിയ എന്ന കുരുവി. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം അമേരിക്കയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം അമേരിക്ക. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനിയായ മെയ്സ് സ്ഥാപിതമായത് എവിടെയാണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനിയായ മെയ്സ് സ്ഥാപിതമായത് ലഡാക്കില് ഹാൻലെയിലാണ്. ലഡാക്കില് ഹാൻലെ. ISRO വിക്ഷേപിച്ച ഏത് റോക്കറ്റിന്റെ മുകൾ ഭാഗമാണ് 2024 തിരിച്ചിറക്കിയത്? PSLV-C-37 ആണ്. ISRO വിക്ഷേപിച്ച ഏത് റോക്കറ്റിന്റെ മുകൾ ഭാഗമാണ് 2024 തിരിച്ചിറക്കിയത്? PSLV-C-37. കേരളത്തിൽ തുടക്കമിട്ട പുതിയ മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിൻ: മാലിന്യമുക്ത നവകേരളം 2.0. മാലിന്യമുക്ത നവകേരളം 2.0. 2024 പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരം ഹർവിന്ദർ സിംഗ് ആണ്. 2024 പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് ഹർവിന്ദർ സിംഗ്. അടുത്ത ചോദ്യം: സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനം. സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനമാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി. കാഴ്ച പരിമിതർക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകാൻ സാക്ഷരതാ മിഷൻ ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ്സ് അധ്യാപക ഫോറവുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ദീപ്തി ബ്രെയിൽ. ദീപ്തി ബ്രെയിൽ. കാഴ്ച പരിമിതർക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകാൻ സാക്ഷരതാ മിഷൻ ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ്സ് അധ്യാപക ഫോറവുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ദീപ്തി ബ്രെയിൽ. ഇംഗ്ലീഷ് ചാനൽ വേഗത്തിൽ നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പാരാ നീന്തൽ താരമാണ് ജിയ റോയ്. ജിയ റായ്. ആര് രൂപീകരിച്ച സാമൂഹിക സംഘടനയാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള? PV അൻവർ. ആര് രൂപീകരിച്ച സാമൂഹിക സംഘടനയാണ് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള? PV അൻവർ. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് നൽകുന്ന 48ാമത് വയലാർ പുരസ്കാര ജേതാവ് അശോകൻ ചെരുവിലാണ്. കാട്ടൂർ കടവ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് നൽകുന്ന 48ാമത് വയലാർ പുരസ്കാര ജേതാവ് അശോകൻ. 2024 OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കൂഴൂർ വിൽസൺ ആണ്. ഇന്ന് ഞാൻ നാളെ നീ ആൻ്റപ്പൻ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് കൂഴൂർ വിൽസന്. അദ്ദേഹത്തിൻ്റെ ഇന്ന് ഞാൻ നാളെ നീ ആൻ്റപ്പൻ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. തിരുവനന്തപുരം പട്ടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള യുവ വൈജ്ഞാനിക എഴുത്തുകാർക്കുള്ള 2023 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചത് യു ആതിരയ്ക്കാണ്. യു ആതിര. മഞ്ഞുരുകുമ്പോൾ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. മഞ്ഞുരുകുമ്പോൾ. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് ഗണതന്ത്ര മണ്ഡപം. ഗണതന്ത്ര മണ്ഡപം. ചന്ദ്രനിൽ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാനുള്ള മൂൺ ലൈറ്റ് ലൂണാർ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് നാവിഗേഷൻ സർവീസസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് യൂറോപ്യൻ സ്പേസ് ഏജൻസി ആണ്. യൂറോപ്യൻ സ്പേസ് ഏജൻസി. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം കുറ്റിച്ചലാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമം കുറ്റീച്ചൽ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി നാളെ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്